ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL വളരെ ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 47 മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത് DC-യും KKR-ഉം തമ്മിലുള്ള ഒരു കിടിലൻ മാച്ച് ആയിരിക്കും. തീർച്ചയായിട്ടും രണ്ട് ടീമുകൾക്കും വിജയിച്ചേ പറ്റൂ. ഡൽഹി ക്യാപിറ്റൽസ് ഇപ്പോഴൊന്ന് പോയിന്റ് ടേബിളിൽ നിന്നും കുറച്ച് താഴോട്ടേക്ക് പോയിട്ടുണ്ട്. KKR-ലേക്ക് വരുമ്പോൾ അവർക്കിന്ന് ജീവൻ മരണ പോരാട്ടമാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ അവർ പ്രതീക്ഷിക്കുന്നേയില്ല. നിലവിലെ പോയിന്റ് ടേബിൾ പരിഗണിച്ചുകൊണ്ട് ഇനിയുള്ള ഓരോ ടീമുകളുടെയും പ്ലേ ഓഫ് സിനാരിയോ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. പോയിന്റ് ടേബിളിൽ നിലവിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന CSK-യിലേക്ക് വരുമ്പോൾ അവർക്കിനി യാതൊരു സാധ്യതയും ഇല്ലാന്ന് തന്നെ പറയുന്നതാവും ശരി. പക്ഷേ ടൂർണമെന്റിൽ ബാക്കിയുള്ള 5 മത്സരങ്ങളും ഇനി വിജയിക്കുകയാണെങ്കിൽ 14 പോയിന്റുകളിലേക്ക് CSK-ക്ക് എത്താൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള ടീമുകളെ ആശ്രയിച്ചുകൊണ്ട് വളരെ നേരിയ സാധ്യതകൾ CSK-ക്കുണ്ട്. പക്ഷെ നിലവിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇനിയുള്ള 5 മത്സരവും വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സാധ്യതകൾ വളരെ കുറവാണ്. ഹൈദരാബാദിലേക്ക് വരുമ്പോൾ നിലവിൽ പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്തുള്ള SRH-ന് ഇനി ബാക്കിയുള്ള 5 മത്സരങ്ങളിൽ 5ഉം വിജയിക്കുകയാണെങ്കിൽ പ്ലേ ഓഫ് കട്ട് ഓഫ് പോയിന്റ് ആയിട്ടുള്ള 16 പോയിന്റുകളിലേക്ക് എത്താൻ സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ടീമുകളെ ആശ്രയിക്കാതെ തന്നെ SRH-ന് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ ഇനി ബാക്കിയുള്ള 5 മത്സരങ്ങളും വിജയിക്കണം. രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന RRനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അവരുടെ കംബാക്ക് ഒരല്പം വൈകി പോയില്ല എന്നുള്ളതാണ് ചോദ്യം. അതെ, കൈപ്പിടിയിലിരുന്ന 3 കളികളാണ് അവർ കൈവിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ അറ്റ്ലീസ്റ്റ് 2 വിജയങ്ങളെങ്കിലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ രാജസ്ഥാന് വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ മറ്റുള്ള ടീമുകളെ ആശ്രയിച്ചേ മതിയാവുകയുള്ളൂ. KKR-ലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള 5 മത്സരങ്ങളിൽ 5ഉം വിജയിക്കുകയാണെങ്കിൽ KKR-ന് സാധ്യതകളുണ്ട്. ഇന്നത്തെ മത്സരം ഉൾപ്പെടെ അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്. തോറ്റാൽ സീസൺ കൈവിടുന്ന മട്ടായിരിക്കും കാര്യങ്ങൾ പോവുക. നമുക്ക് പോയിന്റ് ടേബിളിൽ തലപ്പത്ത് നിൽക്കുന്ന ടീമുകളുടെ കാര്യം പരിശോധിച്ചതിന് ശേഷം മിഡിൽ നിൽക്കുന്ന ടീമുകളുടെ കാര്യം പറയാമെന്ന് കരുതുന്നു. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. RCB-ലേക്ക് വരുമ്പോൾ അവർക്ക് നിലവിൽ 14 പോയിന്റുകളായി കഴിഞ്ഞിരിക്കുന്നു. ഇനി 1-2 വിജയങ്ങൾ സ്വന്തമാക്കിയാൽ തന്നെ RCB-ക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിഞ്ഞേക്കും. RCB പ്ലേ ഓഫിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഇനി തർക്കമേ വേണ്ട. മുംബൈ ഇന്ത്യൻസ് ആണ് പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തുള്ളത്. അവർക്കും 12 പോയിന്റുകളുണ്ട്. ഇനി ബാക്കിയുള്ള 4 മത്സരങ്ങളിൽ 2-3 വിജയങ്ങൾ സ്വന്തമാക്കിയാൽ തന്നെ മുംബൈ ഇന്ത്യൻസിനും പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയും. ഗുജറാത്ത് ടൈറ്റൻസ് ഇന്നലെ വലിയ തോതിൽ തോൽവി അറിഞ്ഞെങ്കിൽ കൂടി അവർക്കും 12 പോയിന്റുകൾ ഓൾറെഡി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 5 മത്സരങ്ങൾ ബാക്കിയുണ്ട് താനും. ഗുജറാത്ത് ടൈറ്റൻസിന് പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് ഇനി വളരെ എളുപ്പമുള്ള കാര്യമാണെന്നുള്ളത് പറഞ്ഞേ പറ്റൂ. ഡൽഹി ക്യാപിറ്റൽസ് ഒരല്പം താഴോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൂടി അവർക്കും 12 പോയിന്റുകൾ ഓൾറെഡി ആയി കഴിഞ്ഞതാണ്. 5 മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഒരു 3 വിജയങ്ങളൊക്കെ സ്വന്തമാക്കുകയാണെങ്കിൽ DC-ക്കും അനായാസം പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. പഞ്ചാബ് കിങ്സിനും LSG-ക്കും ഇനിയുള്ള മത്സരങ്ങൾ അതിനിർണായകമായിരിക്കും. കാരണം പോയിന്റ് ടേബിളിൽ നിലവിൽ ആദ്യ 4 സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകൾക്കൊക്കെ 12 പോയിന്റുകളും 14 പോയിന്റും ഒക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇനി പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിനും CSK-ക്കും SRH-നും ഒക്കെ ഇനി പോയിന്റ് ടേബിളിൽ ആദ്യ 4 സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകൾ, പ്രത്യേകിച്ചും ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി ക്യാപിറ്റൽസും PBKസും ഒക്കെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതേപോലെ ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ ഇവർക്ക് വിജയിക്കുക എന്നുള്ളതും ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് നിലവിൽ ഓരോ ടീമുകളുടെയും പ്ലേ ഓഫ് സിനാരിയോ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ. അപ്പോൾ ഗുഡ് ബൈ.